നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കലിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പാലാ സബ് കോടതി തള്ളി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചുവെന്ന് ബിലീവേഴ്സ് ചർച്ച് പ്രതികരിച്ചു. സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായാൽ സഹകരിക്കുമെന്നും വിലയുടെ കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂവെന്നും ബിലീവേഴ്സ് വ്യക്തമാക്കി. അത് തള്ളി. നമ്മള് ഇത് സർക്കാർ ഭൂമി അല്ലാന്നും ഞങ്ങൾ 2005 മേടിച്ചതാണെന്നും അതിനുശേഷം ഞങ്ങൾക്ക് ഇത് പേരിൽ കൂട്ടി കിട്ടിയതാണെന്നും എല്ലാത്തിനും തെളിവുകളാണ് നമ്മൾ ഹാജരാക്കിയത്. അതപ്പോ നമ്മൾ ഈ വിമാനത്താവളത്തിനൊരു തിരിച്ചടിയാണല്ലോ ഇത്. അപ്പം അതിലെങ്ങനെയാണ് നമ്മുടെ ഒരു നിലപാടിനി? അല്ല, വിമാനത്താവളത്തിൽ തിരിച്ചടിയാണോ അല്ലോ എന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഞങ്ങള് അന്ന് തൊട്ടും ഇന്നുമുള്ള സ്റ്റാൻഡ് നമ്മൾ ക്ലിയർ ആണ്. സ്ഥലം നമ്മുടെയാണ്. 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം നിയമം പാലിച്ചുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നതിന് നമ്മളെതിരല്ല. ഇത് സർക്കാർ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മാത്രമേ നമ്മൾ എതിരുള്ളൂ. സോ അപ്പം എയർപോർട്ട് കൊണ്ടുവരോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരിന്റെയാണ്. അതിന്റെ അകത്ത് നമുക്ക് ഇതില്ലല്ലോ. ചെറുവള്ളി എസ്റ്റേറ്റിലെ കോടതി വിധി തിരിച്ചടിയല്ല എന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ഒരു പ്രശ്നവും വരില്ല. സാങ്കേതികത്വമാണ് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായത്. കോടതി പറഞ്ഞത് എന്താ? 4-1 വീണ്ടും ആരംഭിക്കണം. സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റിൽ ചില മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അല്ലാതെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കരുതെന്നോ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കേസിൽ അവർക്ക് അനുകൂലമായി വിധി പറയുകയോ ചെയ്തിട്ടില്ല. ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളിലുണ്ടായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് 11-1 നോട്ടിഫിക്കേഷൻ വരെയായിട്ടുള്ള കേസ് വീണ്ടും 4-1 വരണം എന്ന് കോടതി പറഞ്ഞു. ഇന്നത്തെ വിധി എനിക്കറിയില്ല. കോടതി പറഞ്ഞു. അതിൽ സർക്കാരിൻ്റെ മറുപടി കൊടുത്തു. സർക്കാരിൻ്റെ മറുപടി കൃത്യമാണെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. കോടതിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇനിയും അത് പെർമിഷൻ. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേരുകയാണ്. ടോബി, ഇത് സർക്കാരിന് തിരിച്ചടിയല്ല എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒപ്പം തന്നെ ഈ ശബരിമല വിമാനത്താവള പദ്ധതി അത് ഇനിയും ഏറെ വൈകാനുള്ള സാധ്യതയല്ലേ? മന്ത്രി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഈ ഉടമസ്ഥ അവകാശം തെളിയിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് ഹൈക്കോടതിയിൽ പോയ കേസ് അവിടെ നിന്നും കീഴ്ക്കോടതിയിൽ പോയി ഇത് സംബന്ധിച്ചൊരു തീർപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കീഴ്ക്കോടതിയിലേക്ക്, പാലാ കോടതിയിലേക്ക് ഈ കേസ് വിട്ടത്. അതിൽ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് ഇത് പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണ്. രാജമാണിക്യം റിപ്പോർട്ടിൽ കൃത്യമായി അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ടക്കാലാവധി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഭൂമി സർക്കാരിന്റെയാണ്. ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വനം വകുപ്പിന്റെയൊക്കെ ഭൂമി ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും സർക്കാരിൻ്റെതാണെന്നുള്ളൊരു വാദമാണ് സർക്കാർ കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ അതൊന്നും ഇപ്പോൾ നിലനിന്നിട്ടില്ല. ഒരു വരിയിൽ ഈ ഹർജി തള്ളുന്നു എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ വിധിപ്പകർപ്പ് വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ സർക്കാരിനൊരു തിരിച്ചടി എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം സർക്കാരിന്റെ വാദമായിരുന്നു ഇത് സർക്കാരിന്റെ ഭൂമിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ കോടതി വിധി പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് അനുകൂലമായി ആ ഭൂമി ഏറ്റെടുക്കാം, തുടർ നടപടികളിലേക്ക് പോകാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി എന്ന് പറയുന്നത് സർക്കാരിന്റെ ഹർജി തള്ളുകയാണ്. അതായത് ബിലീവേഴ്സിന്റെ അല്ലെങ്കിൽ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അവരുടെ ഭൂമിയാണെന്നുള്ള ആ ഒരു വാദം നിലനിൽക്കുന്നു എന്ന് തന്നെ വേണമെന്ന് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. 2005 ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്ന്, ഹാരിസന്റെ കയ്യിൽ നിന്നും അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണെന്നാണ് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് കോടതിയിൽ വാദിച്ചത്. അത് നിലനിൽക്കുന്നതാണെന്നാണ് ഈ ഹർജി തള്ളുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പ്രോസിക്യൂട്ടറുമായിട്ടും നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹവും തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ മന്ത്രി എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമുക്കറിയില്ല. കാരണം ഈ ആറന്മുള ഈ എയർപോർട്ട് നടപ്പാക്കണമെങ്കിൽ, ശബരി എയർപോർട്ട് നടപ്പാക്കണമെങ്കിൽ വേണമെങ്കിൽ ഇനി ആ ഭൂമി ഏറ്റെടുക്കാൻ, ഇപ്പോൾ നമ്മൾ കേട്ടത് ബിലീവേഴ്സിന്റെ സ്പോക്സ് പേഴ്സന്റെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത് ഈ വിമാനത്താവളത്തിനെതിരല്ല, ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണ്. സർക്കാർ ഏറ്റെടുക്കണമെങ്കിൽ സർക്കാരിന് അത് ഏറ്റെടുക്കാനുള്ളതേ ഉള്ളൂ. പണം നൽകി കൃത്യമായി സർക്കാരിന് വേണമെങ്കിൽ അത് ഏറ്റെടുക്കാം. പക്ഷേ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി പണം നൽകി ഏറ്റെടുക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു ഔചിത്യം അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ഒരു നിയമ വശത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് കൂടുതൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഈ വിമാനത്താവളവുമായി മുന്നോട്ട് പോകുന്നതിന് തിരിച്ചടിയല്ല എന്നുള്ള നിലയിലായിരിക്കും മന്ത്രി അത് പറഞ്ഞത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ആ വിധിപ്പകർപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ മാത്രമേ എന്ത് ഗ്രൗണ്ടിലാണ് കോടതി ഇത് തള്ളിയത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരികയുള്ളൂ. എന്തായാലും പ്രഥമദൃഷ്ട്യാ കോടതിയെ സമീപിച്ച സർക്കാരിന്റെ ഹർജി തള്ളിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ കേസ് തള്ളിയത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ വിധിപ്പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതേസമയം തന്നെ സർക്കാരിന് തിരിച്ചടി അല്ല എന്നാണ്
മന്ത്രി കെ രാജൻ പറഞ്ഞത് സാങ്കേതികത്വം മാത്രമാണ് എന്നതാണ് സർക്കാരിന്റെ ഒരു പ്രതികരണമായി ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.